തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഈ കുഞ്ഞിന് 4 മാസം പ്രായം ഉണ്ടായിരുന്നപ്പോൾ വെള്ളപ്പാണ്ട് സോറിയാസിസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 2023 ഒക്ടോബർ 1 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലയിൽ മുഴുവനും ഉണ്ടായിരുന്നു. അതൊക്കെ 1 മാസത്തിനകത്ത് തന്നെയാണ്. ആ മാസം ഒക്ടോബർ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ മാതാവ് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 6 മാസമോ 1 വർഷമോ എത്ര വർഷം വേണമെങ്കിലും എടുക്കാം. കാരണം അത് സോറിയാസിസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, മാറാനായിട്ട് പാട്. കുഞ്ഞിന് തലയിലായതുകൊണ്ട് ചൊറിഞ്ഞ് പൊട്ടിക്കുകയാണ്, ചോരയൊക്കെ ഒഴുകും. അങ്ങനെ ഇരുന്ന ഒരവസ്ഥയായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും 1 മാസത്തിനകത്ത് തന്നെയാണ് പൂർണ്ണമായ സൗഖ്യം മാതാവ് തന്ന് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 2024 ജനുവരി 21-ാം തീയതി ഞങ്ങളിവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. ഹസ്ബൻഡിൻ്റെ വിസ തടസ്സം മാറാനും മെഡിക്കൽ ശരിയാവുന്നില്ലായിരുന്നു. കുറേ പ്രാവശ്യം മെഡിക്കൽ എടുത്തു. പിന്നെ ലങ്സിലൊരു വരയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ശരിയാക്കി തരുന്നില്ല. കുവൈറ്റിലോട്ട് പോകാനായിട്ട് തടസ്സമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഇവിടെ നിന്ന് പോയി കാരുണ്യ പ്രവൃത്തി പത്രം വിതരണം ചെയ്തതിന് ശേഷം ഞങ്ങൾ മെഡിക്കലിന് പോയ സ്ഥലത്ത് വിശുദ്ധ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അതിനകത്ത് കയറിയത്. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ എടുത്തപ്പോഴേ അത് പാസ്സായിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ പാസ്സായെങ്കിലും പിന്നെയും തടസ്സം വന്നു. ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന അന്ന് എയർപോർട്ടിൽ വെച്ച് പാസ്പോർട്ട് കീറിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അകത്തോട്ട് കയറ്റി വിട്ടില്ല. അപ്പോൾ ഒരുപാട് വിഷമിച്ച് ഹസ്ബൻഡ് എനിക്ക് ഫോൺ വിളിച്ച്, ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്ന, എന്നെ കയറ്റി വിടുന്നില്ല, നീ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കിങ്ങനെ. ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് പോയി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല ഹസ്ബൻഡ് വീണ്ടും വിളിച്ച് അതെന്നെ കയറ്റി വിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ്. സാധാരണ അങ്ങനെ ആരെയും പാസ്പോർട്ട് കീറിക്കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല. എൻ്റെ മാതാവാണ് എന്നെ സഹായിച്ചത്, എന്നെ ഒരു തടസ്സമില്ലാതെ കയറ്റി വിട്ട് എന്ന് പറഞ്ഞ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് വളരെ നന്ദി. പിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിന് ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു. 10 ലക്ഷത്തിൻ്റെ പദ്ധതിയാണ്. അത് 3 പ്രാവശ്യത്തെ ഗഡുവായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 2023 പദ്ധതി പാസ്സായതാണ്. പക്ഷേ 1.5 വർഷം എടുത്തിട്ട് നമുക്കതിൻ്റെ പൈസയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വച്ച് 1.5 മാസം ആയപ്പോഴത്തേനും 10 ലക്ഷം രൂപയും ഒറ്റ തവണയായിട്ട് അവർ പാസ്സാക്കി അന്ന് തന്നെ നമുക്ക് വരികയും ചെയ്തു. പിന്നെ എൻ്റെ കുടുംബത്തിന് വലിയൊരു വേദനയായിട്ട് വന്നത് എൻ്റെ ഭവനത്തിൻ്റെ പ്രമാണം വച്ചിട്ട് ഞാനൊരു ലോൺ എടുത്തിരുന്നു. അതിൻ്റെ ജപ്തിയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് അടയ്ക്കാനായിട്ട്. ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. അതിനിടയിൽ ഈ ജപ്തി വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വേദനിച്ചു. കണ്ണുനീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എല്ലാവർക്കും സ്വപ്നത്തിൽ വരുന്നുണ്ട്, എനിക്കൊരു മറുപടി ഇതിന് കിട്ടുന്നില്ല എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കാണാൻ ഇടയായി. സ്വപ്നത്തിൽ ഇങ്ങനെ അച്ഛനോട് ഞാനിങ്ങനെ പറയുന്നു, അച്ഛാ എനിക്ക് ജപ്തി നോട്ടീസ് വന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല. എൻ്റെ കൂടെ കുറച്ച് ദൂരം നടന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് അച്ഛനെ കാണാനില്ല. പിന്നെ ഞാൻ വീണ്ടും വിഷമിച്ച് 2 ദിവസം വീണ്ടും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട്. വീണ്ടും 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേന് രാത്രിയിൽ വിജയകുമാർ സാറിനെ സ്വപ്നം കാണാൻ ഇടയായി. സാറിങ്ങനെ അത്യാവശ്യം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസരത്തിൽ ഞാൻ ബ്രദറിനോട് ഓടിച്ചെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജപ്തി വന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ സാർ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. സാറിന് അത്യാവശ്യം പോകണമെന്ന് പറഞ്ഞിറങ്ങി. പിന്നെ കുറച്ച് അമ്മച്ചിമാരവിടെ നിന്നിട്ട് സാറിനെ തടഞ്ഞ്, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, സാറ് പരിഹരിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് സാർ അവരുടെ വാക്കിന് നിർബന്ധിതനായി. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ പോയി പറഞ്ഞ്, സാറിന് ഇവിടെ നിൽക്കാനുള്ള സമയമുണ്ടല്ലോ, എൻ്റെ ആവശ്യത്തിനൊന്ന് ബ്രദർ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ബ്രദർ എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞ്, നിനക്കിപ്പോൾ കുറച്ച് പ്രാർത്ഥനയുടെ കുറവുണ്ട്, നീ ആദ്യം നന്നായിട്ട് പ്രാർത്ഥിക്ക്, എല്ലാം മാതാവ് നടത്തി തരുമെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി, ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അച്ഛൻ എന്തിനാണ് എന്നോട് ഒരു മറുപടിയും പറയാതെ പോയതെന്ന്. ഞാൻ കുറച്ച് അലസതയായിപ്പോയതിൻ്റെ പേരിലാണ്
മാതാവ് എനിക്ക് ഒരു ഉത്തരം തരാത്തത്. ഞാൻ പിന്നെയും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമം തന്നെ മാറി വന്നു. വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി താമസിക്കുന്ന വീടാണ് ജപ്തിയിലെങ്കിൽ ആ വീട് ജപ്തി ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരു നിയമം വന്നു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. എൻ്റെ കുടുംബത്തിനെയും താൽക്കാലികമായിട്ട് ആ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അമ്മയ്ക്ക് ആയിരം നന്ദി. ഇതെൻ്റെ മോനാണ്, മൂത്ത മോൻ. 15 വയസ്സായി. ഈ വർഷം SSLC പരീക്ഷ എഴുതി അത്ര പഠിക്കുന്ന കൂട്ടത്തിലല്ല, ഭയങ്കര ഉഴപ്പാണ്. അപ്പോൾ എന്തായാലും ഒരു വിഷയത്തിൽ അങ്ങനെ ജയിക്കുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു. അതിനിടയിലാണ് 2 A+ഉം ബാക്കി എല്ലാ വിഷയത്തിനും വിജയം നൽകി ഉന്നത പഠനത്തിനുള്ള അർഹത നേടിത്തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ വിശുദ്ധ വസ്തു ഉപയോഗിക്കുന്നത് കുഞ്ഞിന് വയറിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പ്, തേന് ഇതൊക്കെ വായിലിട്ട് കൊടുത്ത് കുഞ്ഞിന് ഒരുപാട് സൗഖ്യം കിട്ടി. എൻ്റെ രണ്ടാമത്തെ മോള് 10 വയസ്സായി, ഹാർട്ട് പേഷ്യൻ്റാണ്. DAPVC ജനിച്ച സമയം തന്നെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ് ഹാർട്ടിൽ വീണ്ടും ബ്ലോക്കായി, അത് കൊച്ച് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ആ ബ്ലോക്ക് ഇപ്പോഴും തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് നെഞ്ചുവേദന വരും, ഞരമ്പുകൾ മൊത്തം വേദനിക്കും. അങ്ങനെയായിരുന്നു. ഈ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വച്ചിരുന്നു മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം 25-ാം തീയതി വീണ്ടും ചെക്കപ്പിന് പോയി. ചെക്ക് ചെയ്തതിൽ കുഞ്ഞിന് ഹാർട്ടിൽ ബ്ലോക്ക് പിന്നെയും ഉണ്ട്, പക്ഷേ അതിനുള്ള ഒരു സിംറ്റംസും കാണുന്നില്ല. അതിനുള്ള ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നതായിട്ടോ പ്രഷറായി കൂടുന്നതായിട്ടോ ഒന്നും വരുന്നില്ല. സാധാരണ നോർമലായിട്ട് ഒരു വ്യക്തി എങ്ങനെയാണോ അത്രയും നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു റിപ്പോർട്ട് തന്നു. അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം അങ്ങനെ ആരെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ കൊടുക്കും, സഹായിക്കും. പക്ഷേ ഇത്രയും തീക്ഷ്ണമായിട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു കൃപ ലഭിച്ചത് ഉടമ്പടിയിലൂടെ തന്നെയാണ്. എനിക്കാദ്യം കൃപാസനമെന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. 10 വർഷത്തിന് മുമ്പ് ഒരാൾ എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നിരുന്നു. ഞാൻ അത് അലസമായിട്ട് കളഞ്ഞു. 2023 ഒക്ടോബറിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെയും എൻ്റെ കയ്യിൽ പത്രങ്ങൾ ഒരുപാട് കിട്ടി. അത് ഞാൻ അലസമായിട്ട് കളഞ്ഞു. അമ്മ മാതാവിനോട് ഞാനിപ്പോൾ അതിന് മാപ്പ് ചോദിക്കുന്നു. കാരണം അതിൻ്റെ മഹത്വം എന്തെന്നറിയാതെയാണ് ഞാൻ അന്ന് ചെയ്തത്. അതിനുശേഷം ഒരുപാട് സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി. എൻ്റെ ഒരു കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞതും. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട് അതിലോട്ടുള്ള വിശ്വാസവും മാതാവിൻ്റെ കൃപയും നമ്മളിലോട്ട് വരുന്നതിനെ മനസ്സിലാക്കി അങ്ങനെയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ സാധാരണ കൊണ്ട് കൊടുത്തിട്ട് വരും. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയുന്നത് നമ്മുടെ അനുഭവം പറഞ്ഞ് കൊടുക്കും തോറും അവരിൽ വിശ്വാസം കൂടുമെന്ന്. അതുപോലെ ഞാൻ ഓരോ വ്യക്തികളുടെ കയ്യിലും കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവം, എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പറയും, എൻ്റെ വീട്ടിൽ നടന്ന ഓരോ അനുഭവം. മാതാവിൻ്റെ സാന്നിധ്യം വേണമെന്ന് ചോദിക്കുന്ന ഓരോ സമയവും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ സമയങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അതിൽ വിശ്വസിച്ച് ഒരുപാട് പേരിവിടെ വരാനിടയായിട്ടുമുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാസത്തിലൊരിക്കൽ ചോറുണ്ടാക്കി എൻ്റെ കൈ കൊണ്ട് തന്നെ ചോറുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. ആശ്രമങ്ങളിലൊക്കെ പോയി കുഞ്ഞുങ്ങളുള്ള ആശ്രമങ്ങളിൽ പോകാറുണ്ട്. അമ്മച്ചി അപ്പച്ചന്മാരൊക്കെ കിടക്കുന്ന ആശ്രമങ്ങളിൽ ഇപ്പോൾ അവരെ ശുശ്രൂഷിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിച്ച്, പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അത് പ്രത്യേകമായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റും ഒരു വലയം, അത് ഒരു പ്രത്യേക പ്രൊട്ടക്ഷനാണെന്നുള്ളത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി.
എന്ന് ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കാൻ ഞാൻ എൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നു. എഫെസസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ്